ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഞാൻ ഞാൻ ഇങ്ങനെ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. ഞാൻ ഇന്ന് ഭയങ്കര ആഹ്ലാദ പുളകിതയായിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഗാർഡനിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഇൻട്രോ എടുക്കുന്നത്. തണുപ്പ് കാലമൊക്കെ ഏകദേശം പോയി തുടങ്ങി തോന്നുന്നു. ഇന്നൊരു 12 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ചെറിയൊരു ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് ഹലോ ഗൈസ് എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ചെറിയ സുഖമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച നല്ല വെതറായിരുന്നു കേട്ടോ. നല്ല സൂര്യൻ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ തണുപ്പുണ്ടായിരുന്നു, നല്ല ബ്ലൂ സ്കൈ ആയിരുന്നു. ഇന്നിപ്പോൾ സ്കൈ അത്ര ബ്ലൂ അല്ലാന്നുണ്ടെങ്കിലും സൂര്യനില്ലാന്നുണ്ടെങ്കിലും തണുപ്പൊന്നും അധികമില്ല. ഇന്ന് നമുക്കധികം പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ കണ്ട് മടുത്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു സിമ്പിളായിട്ടുള്ള ദിവസം നമുക്കിന്ന് ഒപ്പം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാലോ. അടുത്ത വെള്ളിയാഴ്ച നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്പെഷ്യലായിട്ടുള്ള വലിയൊരു ട്രിപ്പ്. കുറച്ച് കാലത്തിന് ശേഷം ആണ് നമ്മളിങ്ങനൊരു ട്രിപ്പ് പോകുന്നത്. അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ അതിനുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്ലോറിങ് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഫ്ലോറിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാനുണ്ട്. വിഷ്ണുവിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്, യുവിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കാരണം നമ്മൾ ഈ ഒരു തണുപ്പ് പിടിച്ച രാജ്യത്തിൽ നിന്നും നമ്മൾ കുറച്ച് സൂര്യനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ ഈ ഒരു ചെറിയ യാത്ര. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിശേഷങ്ങളെല്ലാം ചേർത്തും കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് തൊട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുന്നത്തെ പോലെ വലിയ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ദിവസം നമുക്ക് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഡസ്റ്റ്ബിന്നിൻ്റെ അപ്പം ഇന്നത്തെ ഇൻട്രോ. കുറച്ച് കാലത്തിന് ശേഷം ഗാർഡനിൽ ഇൻട്രോ എടുക്കുമ്പോഴേ കുറച്ച് വൃത്തിയുള്ള ഗാർഡനിൽ ഇൻട്രോ എടുക്കായിരുന്നു. കഴിഞ്ഞൊരു വിൻ്റർ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഏകദേശം ആ ചപ്പലയൊക്കെ ഒന്ന് കൂട്ടിയൊരു മൂലക്കിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് നല്ല 1-2 സ്നോ വന്നു. പിന്നെ സ്നോ ഒക്കെ ആയിട്ട് അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു ഗാർഡൻ കാണാൻ. പിന്നെ അതിനുശേഷം അത് കോരിക്കളയാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇത്തവണ ഉണ്ടല്ലോ, ഈ ചെയർ കണ്ടോ, ഒരു പരീക്ഷണമായിരുന്നു. ഈ ചെയർ എടുത്തിട്ട് ഗരാജിൻ്റെ അകത്തോട്ട് വെക്കണ്ട, നമുക്ക് കവർ ചെയ്തിട്ട് ഗാർഡനിൽ തന്നെ വെക്കാന്നുള്ളത്. അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ കവർ. ഇപ്പോൾ കുറേ പക്ഷികൾ പണി ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം പായലോ പൂപ്പലോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, കീറിയിട്ടുണ്ട്. അപ്പം ഇനി ഈ കവറൊക്കെ നമുക്കൊന്ന് മാറ്റണം. പിന്നെ ആ ചെയറൊക്കെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ചപ്പലയൊക്കെ ഒന്ന് കോരി കളയണം. വീണ്ടും നമ്മുടെ ഗാർഡൻ നമുക്ക് തിരിച്ചു പിടിക്കണം. പിന്നെ ഈ കാണുന്ന ആപ്പിളും പേറും ഒക്കെ നമുക്ക് ചില്ലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അച്ഛൻ പറഞ്ഞായിരുന്നു അത് നമ്മൾ ഈ ഒരു ഫെബ് മാർച്ചൊക്കെ ആകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലാണ് പിന്നെ ഇതൊക്കെ കായ്ക്കുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ ഇന്ന് നമുക്കതിന് സമയമില്ല. ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇത് നമുക്ക് വേറെ ദിവസം ചെയ്യാം. ഇങ്ങനെ വേറെ ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ട് എത്ര കാര്യങ്ങളാണ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കണതെന്ന് അറിയാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തെങ്കിലും കഴിക്കട്ടെ. ഹലോ വിഷ്, ഹലോ യുവി. ഒരു ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങിയപ്പോൾ കണ്ണ് തിരുമിയിട്ടൊക്കെയാണ് വരുന്നത്. ഇന്ന് ആദ്യമായിട്ടല്ലേ. ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. ഞാൻ ഇവനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചൊരു 9:30-ക്കാണ് തിരിച്ചെത്തിയത്. 9:30-ക്ക് വന്ന് 9:45 ആകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് 1 മണിക്ക് എണീറ്റിട്ട് നമ്മൾ പാല് കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 7 മണിക്കാണ് കണ്ണുറക്കുന്നത്. കുറച്ച് കാലത്തിന് ശേഷമാണ്, അതായത് ഞാൻ എൻ്റെ അവസ്ഥ പറയാം, കുറച്ച് കാലത്തിന് ശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മണിക്കൂർ എണീക്കാതെ കിടന്നുറങ്ങുന്നത്. താങ്ക്സ് വി, താങ്ക് യു സോ മച്ച്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വിഷ്ണു പക്ഷെ പല അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് എണീറ്റ് എന്നെ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു പാല് കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മളങ്ങനെ വിളിച്ച് എണീപ്പിച്ച് പാല് കൊടുക്കാറില്ല കേട്ടോ. എണീക്കുന്ന സമയത്ത് പാല് കൊടുക്കുക ചെയ്യാറുള്ളൂ. എണീക്കുമ്പോഴേ പാല് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഉറങ്ങി വരൂ യുവി. അപ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ച് റെഡിയാവാം. ചില ദിവസം രാവിലെ എണീറ്റ ഒരു മന്ദതയാണ്. ഇന്ന് 7:45 എണീറ്റ. ഇപ്പം സമയം 10:45 ആവാൻ വേണ്ടി പോകണം. 3 മണിക്കൂർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാണുന്നൊരു ഇൻട്രോ എടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. യുവിക്കുള്ള രാവിലെയുള്ള ഫുഡ് ഉണ്ടാക്കിയതൊക്കെ വിഷ്ണുവായിരുന്നു. യുവിക്ക് ഫുഡ് കൊടുത്തത് വിഷ്ണുവാണ്. ഞാൻ വെറുതെ ആ കൗച്ചിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ചില ദിവസം അങ്ങനെയാണല്ലേ, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെ ഒരു മ്ലാനതയിൽ അങ്ങോട്ടിരുന്നു കുറേ നേരം. കഴിഞ്ഞ 2 മാസമായിട്ടേ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ് കാര്യമായിട്ട് ചെയ്യുന്നത്. കടയിൽ പോയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ കുറവായിരുന്നു. ഇന്നലെയാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം കടയിൽ പോയത്. ഒരു സത്യം പറയട്ടെ, ഇന്നലെ ഞാൻ ഒരു ഷോപ്പിംഗ് ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് ഈ മാസത്തിന്, ഞാൻ പറയാറില്ല എല്ലാ മാസത്തിനും ഞാൻ എനിക്കൊരു ഷോപ്പിംഗ് ബഡ്ജറ്റ് ഇടാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നില്ല, ഇല്ല തീർന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്താ അറിയില്ല, ക്ലംസി ഡേ. പാല് ഫുള്ള് പോയി.
രസമില്ല കേട്ടോ അത്. രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഓരോരോ കച്ചവട പരിപാടി ചെയ്തിട്ടാണ് എൻ്റെ സമയം മൊത്തം പോണത്. എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ തിളച്ച് പോവുക, ഇങ്ങനെ തട്ടി പോവുകയൊക്കെ ചെയ്യില്ലേ. ഈ സ്റ്റവിൻ്റെ ഇടയിൽ നിന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കൽ ഭയങ്കര ഒരു തലവേദന പിടിച്ച പണിയാണ്. പറഞ്ഞു വന്നത് അറിയില്ല, പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ പ്രതുവും ഗീതും വിഷ്ണു യുവിയും ഞാനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകണം കേട്ടോ. എല്ലാ കൊല്ലവും നമ്മൾ 4 പേരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാറുണ്ടായിരുന്നു പ്രഗ്നൻസിക്ക് മുന്നേ. പിന്നെ അതിനുശേഷം കഴിഞ്ഞൊരു ഇത് ഇവിടേക്കൊക്കെ ഞാൻ വയ്ക്കാൻ വേണ്ടി പോണേ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് കുറച്ച് ബിസി ആയിരുന്നല്ലോ. അപ്പൊ അതിൽ പിന്നെ നമ്മൾ അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. നമ്മൾ വിചാരിച്ചായിരുന്നു എല്ലാ കൊല്ലം നമ്മൾ 4 പേരും കൂടെ ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ ഇത്തവണ വിഷ്ണുവിന്റെയും ഗീതുവിന്റെയും ബർത്ത്ഡേ ഏകദേശം അടുത്തടുത്താണ് വരുന്നത്. വിഷ്ണുവിന്റെ മാർച്ച് 7th ഗീതുവിന്റെ 11th അപ്പൊ അതിനുവേണ്ടി നമുക്ക് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു 4 day ട്രിപ്പ് പോവാണ്. ഈ തണുപ്പുള്ള രാജ്യത്തിൽ നിന്നും കുറച്ചൊരു ചൂടുള്ള രാജ്യത്തേക്കാണ് പോണത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണേ. സമ്മർ ഡ്രസ്സ് നമുക്ക് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് കാലത്തിന് ശേഷം നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ആ ഒരു ഷോപ്പിങ്ങിനാണ് പോണേ. ഇവിടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഷുഗർ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് ബ്രാൻഡ്സിന്റെ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഉണ്ടല്ലോ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിന്റർ മുഴുവൻ അങ്ങോട്ട് തീർന്നിട്ടില്ലല്ലോ, തീർന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ അധികം കളക്ഷൻസും വിന്റർ കളക്ഷൻസ് ആയിരിക്കും. സമ്മർ ഡ്രസ്സസ് ഒന്നും അധികം വന്നിട്ടില്ല വിഷ്ണു, ഞാൻ നല്ല പോയി നോക്കിയപ്പോ. പിന്നെ ഇന്നത്തെ തന്നെ ഷോപ്പിംഗ് എടുക്കുന്നത് വിഷ്ണു ആണെന്നാണ്. വിഷ്ണു ഒരേ നിർബന്ധം ഇന്ന് എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു തരണമെന്ന്. ഞാൻ പറയാറില്ലേ എല്ലാ മാസവും എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബഡ്ജറ്റ് മാറ്റി വെക്കാറുണ്ട്. അത് സ്ട്രിക്ട്ലി ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ ഒന്നിനായിട്ടും കൂട്ടി കുഴക്കാറില്ല. അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ചെറിയൊരു എമൗണ്ട്, ചില മാസങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എനിക്ക് വേണ്ടി മാറ്റി വെക്കും. ആ ഫിക്സ്ഡ് എമൗണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തായാലും സ്പെൻഡ് ആക്കും. അത് ചില മാസങ്ങൾ തുടക്കത്തിൽ നിന്ന് തീർന്നു പോകും. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ മന്ത് എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവാറില്ല. ഈ മാസം അങ്ങനത്തെ ഒരു മാസം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് കുടിക്കണം എന്ന് വിചാരിച്ചൊരു കാപ്പി അവസാനം 3.5 മണിക്കൂറിന് ശേഷം 3 മണിക്കൂറിന് ശേഷം നമ്മൾ കുടിക്കുകയാണ്. പാടാം. എന്താണ് ഭയങ്കര റൊമാൻസിനാണല്ലോ ഇരിക്കണേ? മറ്റേ സീരിയലാണോ? വിഷ്ണു ഇപ്പോൾ ഒരു ഹിന്ദി സീരിയൽ കാണുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഇത്രയധികം റൊമാൻസ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുള്ള എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടിങ്ങനെ വെള്ളം ഒലിപ്പിച്ചിരിക്കുന്നതാണ് ഇല്ലേ? പക്ഷെ തീരാനായി തോന്നണോ അല്ലേ? പക്ഷെ എനിക്ക് അത്ര ഭയങ്കര ഡീപ്പ് റൊമാൻസ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കൊരു ഭയങ്കര ക്രിഞ്ചടിക്കും. പക്ഷെ വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് ഡീപ്പ് റൊമാൻസ്. അതിന്റെ റീൽസ് ഇപ്പൊ വിഷ്ണുവിന്റെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോർട്സ് ഫുൾ അതാണ്. ഇത്ര ഒരു ഗാഢമായ കാമുകൻ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നോ? എനിക്കിതൊക്കെ പറ്റുക. ഇതൊക്കെയാണ് എന്റെ ഡയലോഗ്സ്. വിഷ്ണു ഒരു കോളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നെ കളർ ഡോറാബുജീനെ പോലെ ഉണ്ടോ? വിഷ്ണു ഒരു കോളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറയാം കേട്ടോ. വിഷ്ണുവിൻ്റെ വീഡിയോ കാണാത്തോടെ എനിക്ക് ധൈര്യപൂർവ്വം ഇതിൽ പറയാം. ഞാൻ പറഞ്ഞില്ല എല്ലാ മാസവും എനിക്കൊരു ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട് എന്ന്. അത് ഇന്നലെയാണ് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിയിട്ടത്. അതായത് നമുക്ക് മാസത്തിൻ്റെ 4th വീക്കൊക്കെ ആകുമ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കാറുള്ളത്. അത് നെക്സ്റ്റ് ഒരു 1 month ഞാനത് വെച്ച് ഓടിക്കും. ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ വന്ന ദിവസം തന്നെ ഒന്ന് പുറത്തു പോയി. ഇന്നലെ ഫുൾ ഡേ ഞാൻ പുറത്തായിരുന്നു കേട്ടോ. രാവിലെ പോയി ഞാനൊരു 3 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഒരു 4 മണിയാകുമ്പോൾ പോയി. പിന്നെ ഒരു 9:30 ആകുമ്പോൾ തിരിച്ചു വന്നത്. യുബിനെയും കൊണ്ട് ഫുൾ ഡേ പുറത്തുള്ള ഒരു ദിവസമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവനെയും കൊണ്ട് പോകാൻ നല്ല അടിപൊളി കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് എന്നെ പോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുൾ ഡേ ഞാൻ പുറത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ വിഷ്ണു തരണ്ടായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണല്ലോ. ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന പൈസ ഞാൻ വേറൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് വിഷ്ണു ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വേറെ എമൗണ്ട് ഞാൻ ഇതിക്ക് എടുക്കരുത് അങ്ങനെയല്ല കേട്ടോ. കാരണം എനിക്ക് പൊതുവേ സ്പെൻഡിങ്ങിന് കൂടുതൽ പ്രവണതയുള്ള ഒരാളാണ്.
അതുകൊണ്ട് ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അക്കൗണ്ട് കഴിയുമെന്ന് പറയും. മാറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടും ഒറ്റയടിക്ക് കാലിയാവും എന്ന് സാഹചര്യം കാരണം മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയത്. പക്ഷേ ഈ മാസം എനിക്ക് നഷ്ടക്കച്ചവടമാണ്. ഇത് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഓരോ മാസവും എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഞാനിപ്പോൾ വിചാരിക്കാറ് എൻ്റെ ഏർണിങ്സിന്ന് ഒരു 10% ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വയ്ക്കാറ്. അപ്പോൾ അത് ഞാൻ തീർന്നു. ഒന്ന് പോയി ചെറുതായി വൃത്തിയായി വന്നു. കണ്ണാടി നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. ഇതാണ് എന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടയും ഒരു അവക്കാഡോയും. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കണം കേട്ടോ. പ്രോട്ടീൻ നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനമാണ് ശരീരത്തിന്. എനിക്ക് തോന്നുന്നു ഞാനത് തിരിച്ചറിഞ്ഞത് ഏകദേശം കൃത്യമായിട്ടുള്ളൊരു പ്രായത്തിൽ തന്നെ ആയിരിക്കും. ഞാനൊരു 29 ഒക്കെ ആയപ്പോൾ തൊട്ടിട്ട് അത്യാവശ്യം നോക്കി കണ്ടും പ്രോട്ടീൻ കഴിക്കാറുണ്ട്. നമ്മുടെ ഒരു ബേസ്ഡ് ഫുഡല്ലേ അധികം നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ അത്യാവശ്യം നോക്കി കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ എവിടെ വായിച്ചു നോക്കിയാലും കിട്ടും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് കുറച്ച് പ്രോട്ടീൻ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ മുട്ടയിലൊക്കെ അത്യാവശ്യം മുട്ടയാണ് നമുക്ക് ഈസിലി കിട്ടാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ. അപ്പോൾ ഡെയിലി ഒരു 2 മുട്ടയൊക്കെ കഴിക്കാൻ നോക്കുക. ചെറുതായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരു 2-3 കിലോന്റെ ഡമ്പലൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ടുള്ള ചെറുതായിട്ടുള്ള ബൈസെപ്പ് കേൾസും ഹാമർ കേൾസും ഒക്കെ ചെയ്യുക. പിന്നെ അതിൽ തന്നെ ഫുൾ ബോഡി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഡെയിലി ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കുന്നത് ലോങ്ങർ ടേമിൽ നമുക്ക് നല്ലതായിരിക്കും. നമുക്ക് ഈ മുട്ടുവേദന, കാലുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ മാറിക്കിട്ടും. ഇതിന് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ഇപ്പം ഞാൻ ആളല്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് കേട്ടോ. കാരണം രസമാണ് ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ. അപ്പം ഞാനിപ്പോൾ ജിമ്മിൽ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറുണ്ട്. അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 ഫുൾ മുട്ടയും ഒരു 2 എഗ് വൈറ്റും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ കടല, ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, പനീർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം പ്രോട്ടീൻ വളരെയധികം ആവശ്യമാണ് ശരീരത്തിന്. ഞാനിപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു 70 ഗ്രാം ഒക്കെയാണ് പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. 70 കഴിച്ചാൽ നമുക്കൊരു 40 ഒക്കെ അബ്സോർബ് ചെയ്യും. പക്ഷെ പ്രോട്ടീനാണ് നമുക്ക് ലോങ്ങർ ടേമിൽ ബോഡിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി ആധികാരികമായി എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്യാം. ഇത് യുവിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചാണേ. നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുത്തിട്ട് പോവാം. ബാക്കി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒപ്പം കൊടുക്കാം. അവന് രാവിലെ ഞാൻ ഫ്രൂട്ട്സാണ് കൊടുക്കാറ്. എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഒരു തവണ കൊടുത്ത് നോക്കിയതിന് ശേഷമാണ് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അതായത് എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊടുത്തു നോക്കും. വയറിന് പ്രശ്നമുണ്ടോ, വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ, അലർജി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊരു 4.5 മാസമായപ്പോൾ തൊട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ 1 സ്പൂൺ വെച്ച് കൊടുക്കുമായിരുന്നു എന്ന്. അതിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള ഇതുവരെ അങ്ങനെ അലർജി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെയാണ് മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഉച്ചയ്ക്ക് ഞാൻ അവന് എഗ്ഗ് കൊടുക്കാറുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഇപ്പം ഞാൻ എഗ്ഗ് കൊടുക്കാറ്. പിന്നെ രാത്രി എന്തെങ്കിലും ഒരു വെജിറ്റബിളോ ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് കൊടുക്കാറ്. ഇപ്പം ഞാൻ ഫുള്ളി അങ്ങോട്ട് പ്യൂരയാക്കി കൊടുക്കുന്നത് നിർത്തിയിട്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവന് ഫിംഗർ ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങണം. ഇത് ഞാൻ ബ്രോക്കലി കുറച്ച് അധികം ഇടുന്നുണ്ട്, കാരണം ബാക്കി എനിക്ക് കഴിക്കാമല്ലോ. അപ്പം അതിന് വേണ്ടി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഉച്ചയ്ക്ക് അവൻ്റെ ലഞ്ച് ഒന്ന് ബ്രോക്കലിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രോക്കലി. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. സഞ്ജേട്ടനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും നമുക്കധികം ഇഷ്ടപ്പെടാത്ത സാധനമല്ലേ ബ്രോക്കലി, പിള്ളേർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. പക്ഷെ ഇവന് ഫസ്റ്റ് ടൈം കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര ആസ്വദിച്ച് എന്നൊക്കെ പറഞ്ഞ് കഴിക്കണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ ബാക്കിയാണ് ഭക്ഷണം കഴിക്കുന്നതിൽ യുവി കേട്ടോ, എൻ്റെ അല്ല. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്നതാണോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ മാസവും ഞാൻ എനിക്കൊരു ഫണ്ട് മാറ്റി വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ എനിക്ക് മാറ്റി വെക്കുന്നത് മാത്രമല്ല എങ്ങനെയാണ് ഞാനൊന്ന് പ്രോപ്പർലി സ്പ്ലിറ്റ് ചെയ്യാറുള്ളതെന്നും കൂടെ പറയണം എന്നുള്ളത്. എൻ്റെ മന്ത്ലി ഇൻകം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്ന് ഒരു 10% ആണ് എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കാറ്. അത് ഞാൻ സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. എൻ്റെ മാത്രം കേട്ടോ. ഞാൻ അവിടെ സെൽഫിഷ് ആവുകയാണെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു 10% നമ്മൾ നമുക്ക് വേണ്ടി ചിലവാക്കണ്ടേ. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്യുവർലി ഞാൻ മാറ്റി വെക്കാറ്. പിന്നെ
എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഞാൻ ഇപ്പോഴല്ല കേട്ടോ, മുന്നേ ഞാൻ എന്ന് ഏൺ ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങുന്ന ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഒരു പേഴ്സൻ്റ് ഞാൻ എല്ലാ മാസവും എനിക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അത് ഓരോ വഴിയിലായിരിക്കാൻ ചെയ്യുന്നത്. ഫിക്സ്ഡ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് പുറമെ ഇപ്പം എന്തെങ്കിലുമൊക്കെ എമർജൻസി ആവശ്യം ചില ആൾക്കാർക്കൊക്കെ വരികയാണെന്നൊക്കെ അമ്മയുടെ സ്കൂളിൽ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ജെനുവിനാണ് നമുക്കും കൂടെ തോന്നുന്ന കാര്യങ്ങൾ അതിന് വേണ്ടി ഞാനൊരു പേഴ്സൻ്റ് മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ഒരു പേഴ്സൻ്റ് വീട്ടിലോട്ട് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കാറ്. അതാണ് ഞാൻ മൂന്നും സ്ട്രിക്ട്ലി മാറ്റി വയ്ക്കുന്നത്. എനിക്കും പിന്നെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർക്കും പിന്നെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് നമ്മൾ മ്യൂച്വൽ അക്കൗണ്ടിലോട്ട് മാറ്റും. പിന്നെ വീട്ടിലെ എക്സ്പെൻസും കാര്യങ്ങളും പിന്നെ കുറച്ചൊന്ന് സേവിങ്സിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാണ് ചെയ്യാറ്. വിഷ്ണുവിന് പേഴ്സണൽ എക്സ്പെൻസ് ഇല്ല, അത് നില്ലാണ്. ഞാൻ അങ്ങനത്തെ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. വിഷ്ണുവിന് ഓരോ മാസവും ഒരു 10 യൂറോ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില മാസങ്ങളിൽ കണ്ടിട്ടില്ല, ഒരു മാസം കണ്ടിട്ടില്ല. വിഷ്ണു കഴിഞ്ഞ ദിവസം പറയായിരുന്നു വിഷ്ണു ഇതേവരെ വാങ്ങിയിട്ടില്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വിഷ്ണുവിന്റെ കയ്യിലെ കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. കാരണം വിഷ്ണുവിന് അത് സ്വന്തമായിട്ട് അത്രയും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കാൻ വിഷ്ണുവിന് ഫീൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് വന്നത് കാരണം നമുക്കൊക്കെ അങ്ങനത്തെ ഓരോരുത്തർക്കും ഓരോരോ ബാരിയേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊരു കാര്യമാണ് വിഷ്ണുവിനത്. പിന്നെ വിഷ്ണുവിൻ്റെയും ഇങ്ങനത്തെ ഡിവിഷൻസ് വിഷ്ണു ചെയ്യാറുണ്ട് വീട്ടിലോട്ട്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഇത് നമുക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യുന്നു തോന്നിയ ഒരു രീതി നമ്മൾ എത്തിയതാണ് കേട്ടോ. ഇതാണ് ശരി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെയും വിഷ്ണുവിൻ്റെയും താല്പര്യം അനുസരിച്ച് നമ്മൾ എത്തിപ്പെട്ട ഒരു പെർസെൻറ്റേജ് ആയിരുന്നു ഈ ഒരു പെർസെൻറ്റേജ്. യുവി നല്ല ഉറക്കാണേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഡേ ഞങ്ങൾ പുറത്ത് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോക്ക് അവന് കുറച്ച് ക്ഷീണമായി തോന്നുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴും നല്ല ബോധം കിട്ടി സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ അടുപ്പത്തിരിക്കുന്ന സാധനം വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഗേൾസ് സ്റ്റോക്ക് ആവാം കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നലത്തെ ഡേ. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാനൊരു ഫുൾ ഡേ ഒക്കെ പുറത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അതും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം യുവിനെയും വെച്ചുകൊണ്ട് ഞാൻ ഫുൾ ഡേ സ്പെൻഡ് ചെയ്തപ്പോൾ മുന്നേയൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആകുമായിരുന്നു. തുടക്കത്തിൽ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതായത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസ് തുടക്കത്തിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ഭയങ്കര റിലാക്സ്ഡ് ആവാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. യുവിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ എനിക്ക് ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇന്നലെ നല്ലൊരു ഡേ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊരു ഗേൾസ് സ്റ്റോക്ക് ആവാം കേട്ടോ. ഷോപ്പിംഗ് ഈസിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഇങ്ങനത്തെ 2 ബാഗും കൂടെ ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്തിടാറുണ്ട്. കാരണം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കവറിൻ്റെ പൈസ കൊടുക്കണ്ട. ആ കവറിൻ്റെ പൈസ എല്ലാം എടുത്ത് വെച്ച് നമുക്ക് വരുമ്പോൾ ഒരു കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കഴിക്കാനുള്ളത് വാങ്ങിക്കാമല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ഗേൾസ് വർദ്ധനം പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇന്നലെ സാറേന്ന് വാങ്ങിയതായിരുന്നു. ഒരു പെർഫ്യൂം സാറേന്ന് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വാനിലയിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തീർന്നുപോയി. അപ്പോൾ ഇത് ഫ്ലോറൽ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സമ്മറും സ്പ്രിങ്ങും ഒക്കെ വരില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബ്ലൂമിക്കാമെന്ന്. അതിന്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. ഈ സാറ പെർഫ്യൂംസ് പൊതുവേ ഭയങ്കര അഫോർഡബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ ഗാഢമായി സംസാരിക്കാൻ പെർഫ്യൂമിനൊക്കെ അങ്ങനെ ചെയ്യാൻ മാത്രം വിവരം എനിക്കില്ല. പക്ഷെ എൻ്റെ ഒരു വെരി മിനിമൽ നോളജിൽ സാറ പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വാങ്ങിയതും ഇത് ഞാൻ പ്ലാൻ ചെയ്യാതെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് അവരുടെ വീക്കെൻഡ് എഡിഷനിൽ വരുന്ന സൺകിസ്ഡ് ബനാന എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിന് ശരിക്കും നമ്മൾ പഴം സ്മൂതിയിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പാലും കുറച്ച് വാനില എസൻസും ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിന്. എനിക്ക് ഫസ്റ്റ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എത്രത്തോളം നമുക്കത് കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് എടുത്തായിരുന്നു. ഇവിടെ വന്ന് എല്ലാവർക്കും മണപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആർക്കും അത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും മൂക്ക് ഒരുപോലെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വാങ്ങിയത് എന്താണെന്നറിയോ, നിങ്ങൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന കാര്യമാണ് ഞാൻ അധികം റോസ് ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഷെയ്ഡായി പോയി കേട്ടോ. പെട്ടെന്ന് കണ്ണാടി നോക്കി എനിക്ക് കുറച്ചും കൂടെ
ഈസി ആയിട്ട് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് റോസിലോട്ട് വരുന്ന ഷെയ്ഡാണ്. അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതും അതിലോട്ട് വരുന്ന ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ന്യൂഡ് ഫീൽ തരുന്നുണ്ട് കേട്ടോ. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് മുഖത്തിടുമ്പോൾ എത്രത്തോളം നല്ലതായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അനസ്തേഷ്യ എങ്ങനെയാണത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലെ ഹഷ് റോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത്. കണ്ടോ? ഇത് നല്ലൊരു ലൈനറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ലിപ്പിൽ ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് വെച്ചതായിരിക്കും അവിടെ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇതേപോലെ സ്വാച്ച് ചെയ്ത് നോക്കി തിരക്കിയിട്ടുണ്ടാവില്ല. മാച്ചിങ് ആയിട്ടുള്ള ലൈനറും എടുത്തിട്ട് വന്നു. ഇത് ബെനിഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഐബ്രോ ജെല്ലാണ്. ഈ ബെനിഫിറ്റിന്റെ പ്രൊഡക്റ്റ് പൊതുവേ ഭയങ്കര ടിക്ടോക്കിലൊക്കെ വൈറലാണ്. അതേപോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എപ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് നമുക്ക് ബ്രോസ് ഒക്കെ എഴുതിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് പിടിച്ചോടത്ത് അങ്ങോട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഐബ്രോ ജെൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഐബ്രോ ജെൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ആദ്യം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കോംബ് ചെയ്യണം. അപ്പോൾ അതിന്റെ ബേസിലൊക്കെ ഈ ജെല്ല് വരും. അതിനുശേഷം വേണം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വേണ്ട ഡയറക്ഷനിൽ കോംബ് ചെയ്ത് വെക്കാൻ. ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. കണ്ടോ? ഇതൊക്കെ കുറച്ച് പിങ്കിലോട്ടും റോസിലോട്ടും വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഒരു ന്യൂഡ് ഫീൽ തരുന്ന ഒരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയ്ഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ലിപ്സ്റ്റിക്കിന്റെ കളർ മാറ്റി പിടിക്കാം. കണ്ടോ? ഇതും വാങ്ങി. പിന്നെ അതിനോട് പോകുന്ന രീതിയിലുള്ള ഒരു ലിപ് ലൈനറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് മാക്കിൽ വരുന്നത്. ഈ മാക്കിന്റെ ലിപ് ലൈനേഴ്സിന് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത്ര ഭയങ്കര സ്മൂത്ത് അല്ല, പക്ഷെ ഒരുപാട് കളർ വേരിയേഷൻസ് വരുന്നുണ്ട് അതിൽ, വേറെ ഒരു ബ്രാൻഡിൽ വരുന്നതിനേക്കാളും. ഒരു മിനിറ്റ്, എൻ്റെ ബ്രോക്കർ യെസ്. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് മാക്കിന്റെ ഒരു പ്രശ്നം, ഒരു ഗുണം അതാണ്. മാക്കിൽ ഒരുപാട് കളറിൽ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അവരുടെ പെൻസിൽ നിബ് എനിക്ക് അത്ര സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ എനിക്ക് വേണ്ട ഒരു ഷെയ്ഡ് മാക്കുന്നായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലിപ്റ്റിൻ്റെ ആണ്. ഇത് നമുക്ക് ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ടിക്ടോക്കിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ചെറിയത് ഞാൻ സാമ്പിൾ വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ വലിയത് വാങ്ങിക്കാൻ വേണ്ടി. കാരണം ബെനിഫിറ്റ് അത്ര കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പറയട്ടെ കേട്ടോ. ബാക്കി ഇത് ബെനിഫിറ്റിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിലാണ്, നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോസ്. പിന്നെ ഇതൊക്കെ എനിക്ക് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് ബെനിഫിറ്റിൻ്റെ അവരെനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഒരു പാലറ്റ് ആയിരുന്നു. സാമ്പിൾസ് വരുന്നത്, ഒരു പ്രൈമറും വരുന്നുണ്ട്. യുവിക്ക് ഫ്രൂട്ട് നിബ്ലറിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അതിൽ പോയിക്കോളും. നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഇങ്ങനത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് വേണ്ടി അവിടെ പോകാൻ. ഞങ്ങൾ 25 കിലോ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് തവണ. കാരണം ഇവിടെ ട്രാൻസേവിയ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത്. അതൊരു ബഡ്ജറ്റ് എയർവേസ് ആണ്. അപ്പൊ അതില് ലഗേജിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവന്റെ സാധനം പിന്നെ എന്റെ സാധനം ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ലഗേജ് തികയില്ല എന്നുള്ളത് കാരണം അത് കുറച്ച് ലഗേജ് എടുത്തിട്ടുണ്ട്. തൽക്കാലം എന്റെ അടുത്ത് വന്ന് എനിക്കെന്താണ് താനെവിടെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഈ വീട്ടിലെ സാധനങ്ങൾ പകുതി കൊണ്ടക്കളയാണ് താനാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് അവരെന്റെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞ ഒരു 6 to 7 months ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ കോണ്ടന്റ്സിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് തീർത്തും അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. കാരണം ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കോണ്ടന്റ്സ് ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്, ഡോക്യുമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 വർഷത്തിൽ എനിക്ക് തുടങ്ങിയതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. കാണുന്ന നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലും നിങ്ങളും ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്നോടൊരു പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ
കാണുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലായിരിക്കാം ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ കുറച്ചു കാലം കോണ്ടന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഗ്രോ ചെയ്തു, എനിക്ക് മാറ്റങ്ങൾ വന്നു, എൻ്റെ രീതികൾ മാറിയിട്ടുണ്ടായിരിക്കാം, എൻ്റെ സംസാരിക്കുന്ന കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം, ഞാൻ കുറച്ചും കൂടെ മെച്ചുവർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് 25-24 വയസ്സും ഇപ്പം എനിക്ക് 31 വയസ്സായില്ലേ. അപ്പം 6 കൊല്ലത്തിൽ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരും. പിന്നെ ഈ പറയുന്ന പോലെ തുടക്കത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന, അതായത് 9 to 5 ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായി, ഇപ്പൊ ഒരു വ്ളോഗിങ് ചെയ്യുന്ന ഒരാളായി, പിന്നെ ഇപ്പൊ ഞാൻ ഒരു അമ്മയായി. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ മുന്നേ കണക്ട് ചെയ്ത പലർക്കും ഇപ്പൊ എന്റെ കോണ്ടന്റ്സിലൂടെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു പുതിയ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മാറ്റം വന്നത് കാരണോ എനിക്ക് മാറ്റം വന്നത് കാരണോ അത് അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഈ ഒരു റീസണും അതിലുണ്ടെന്ന് തോന്നുന്നു. എന്താണ് വിഷ്ണു പറയുന്നത്? യുവിക്ക് വേണ്ടിയിട്ടുള്ള 3 ഫ്രൂട്ട്സ് ഞാൻ 3 ചെറിയ കണ്ടെയ്നറിലാക്കി എടുത്തിട്ടുണ്ട് അവൻ്റെ ഫ്രൂട്ട് നിബ്ലർ ഇടാൻ വേണ്ടിയിട്ട്. ഇത് പോംഗ്രാനൈറ്റ്, ഇത് കിവി, ഇത് സ്ട്രോബെറി. ഇത് കണ്ടാൽ ചിലപ്പോൾ തോന്നും ഒരു ഫ്രൂട്ട്സിൻ്റെ തീറ്റ മത്സരത്തിനാണോ പോകുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും അധികം സാധനങ്ങൾ കയ്യിൽ വെക്കണം എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ 6 മാസം ഞാൻ പഠിച്ചൊരു കാര്യമാണ്. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അധികം വെക്കാം. അല്ലേ എന്താ എൻ്റെ മോനെ ക്യാമറ നോക്കി ഒരു പ്രശ്നമില്ലാതെ വർത്തമാനം പറയുന്നുണ്ടോ? ഹലോ ഗായ്സ് പറയൂ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ സുഖാണോ ചോദിക്കൂ. മാമുണ്ടോ എല്ലാടും? മാമുണ്ടോ എല്ലാടും ചോദിക്കോ? ഗാസ് വന്നതിൻ്റെ ഇടയിൽ ഇവൻ്റെ മുടി ഞാൻ വെട്ടണുള്ളതെന്ന് തീരുമാനിച്ചു കേട്ടോ. നല്ല രസമല്ലേ മുടി ഇങ്ങനെ ചുരുണ്ടിരുന്നിട്ട്. എനിക്ക് വെട്ടാൻ തോന്നുന്നില്ല. വിഷ്ണു എന്നെ വെട്ടാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലേ. വിഷ്ണു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എൻ്റെ ഒരു പടം റിലീസാവുകയാണ്. അന്ന് ഇന്ത്യയുടെ ഒരു ക്രൂഷ്യൽ മാച്ച് ഉണ്ട്. താൻ ഇത് കാണും. രണ്ടും കൂടെ കാണാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. ഒന്നിലേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ, മറ്റേത് കാണാനേ പാടില്ല. എന്റെ പക്ഷെ അങ്ങനെ വലിയ റോളൊന്നല്ല. ഞാൻ ഒരു ക്യാമിയോ റോളിൽ വരുന്നത് ഇല്ല. അങ്ങനത്തെ ഒരു പടം. ഒപ്പം ഇന്ത്യയുടെ ഒരു ക്രൂഷ്യൽ മാച്ച് അറ്റ് എ ടൈം ഒന്നേ കാണാൻ പറ്റില്ല. ഇത് കാണാം. അങ്ങനെയല്ല, മൊത്തം അത് കാണണം. ആ 3 മണിക്കൂർ ഒന്നെങ്കിൽ പടം അല്ലെങ്കിൽ ക്രിക്കറ്റ്. സംശയമില്ല, ക്രിക്കറ്റ് കാണാം. കമോൺ കമോൺ യുവി വാ. അമ്മ ഇന്നലെ യുവിക്ക് കാണിച്ച സാധനങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുക്കുക. ബീച്ചിൽ യുവി ഇത് വെച്ചിട്ട് എന്താടാ ഒന്ന് വെച്ചൊരു വിഷ്ണു. ബീച്ചിൽ വെച്ചിട്ടായിരിക്കും അല്ലേ. നോക്ക് ഇങ്ങനെയുണ്ട് യുവി. യുവിക്ക് ഇതേപോലത്തെ ഒരു ഡെനിം ഷർട്ടും ഒരു ജീൻസും ഉണ്ട്. അതാണ് യുവിയുടെ ഒരു ദിവസത്തെ കോസ്റ്റ്യൂം. കണ്ടോ? നോക്ക് വിഷ്ണു. വേറെ സാധനം ഇതാണ് യുവിയുടെ വേറൊരു സമ്മർ ക്യാമ്പ്. അത് ഇടും നീയെ നമ്മൾ സ്റ്റൈലിലേ നടക്കാൻ പാടുള്ളൂ. പാണ്ഡ്യ ഇപ്പൊ നല്ല രസം. യുവിയുടെ സ്ലീവ് ബാഗ് കേട്ടോ. ഇത് ഇപ്പൊ ഉള്ള സൈസിന്റെ തൊട്ടടുത്ത സൈസാണ്. ഇപ്പൊ അത് ഉപയോഗിക്കുന്നത് 68-74 ആണ്. അതിൽ കാലിങ്ങനെ ഓൾമോസ്റ്റ് താഴെ തട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ സ്ലീവ് ബാഗ് പൊതുവെ കുറച്ച് വലുതായിരിക്കണല്ലോ. ഇത് കുറച്ച് അധികം വലുതായി പോയി. അടുത്ത സൈസ് ഇതേ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ എടുത്ത. പിന്നെ കുറച്ച് റോംബേഴ്സ് ഒക്കെ മേടിച്ചു അവന്റെ അടുത്ത സൈസിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിലൊരു റോംബർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സി വിഷ്ണു ഹാപ്പി വിത്ത് മോമി. ലുവി happy with daddy. ഇല്ല, യുവി ഈസ് ഹാപ്പി വിത്ത് മോമി. ലിറ്റിൽ ആൻഡ് ലൗഡ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് റോംബേഴ്സ് വാങ്ങിച്ചു. ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും കണ്ടാ തോന്നും ഇവന് കുറച്ച് വലുതാണെന്ന്. പക്ഷെ ഇവൻ തോന്നുന്നു എന്റെ വീട്ടിലൊരു ശരീരപ്രകൃതി ഇല്ലേ അങ്ങനെയാണെന്ന്. അതായത് ഭയങ്കര മെലിഞ്ഞിട്ട് പിന്നെ കുറച്ച് നീണ്ടിട്ടുള്ള ടൈപ്പ് ഉണ്ടല്ലോ. ഇക്ര ഇവിടെ വരുമ്പോ പറയാറുണ്ട് അവന് ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തോന്നും അവന് വലുതാണെന്ന്. പക്ഷെ ഇടിക്കുമ്പോ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ രോഹിത്തൊക്കെ കണ്ടിട്ടില്ലേ ഞാൻ എങ്ങനെ നോക്കാറിപ്പോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് വെക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മെലിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ. വിഷ്ണു ചെറുപ്പത്തിന് വെഞ്ഞിട്ടായിരുന്നല്ലേ? എന്റെ അത്ര വെഞ്ഞിട്ടായിരുന്നു. പക്ഷെ ശരി, നമ്മൾ ചെറുപ്പത്തിൽ മീറ്റ് ചെയ്തിട്ടില്ല.
അങ്ങനെ യൂഷിയും വിഷ്ണു റെഡിയായി. യൂഷി എന്നുള്ള പേര് എങ്ങനെയാ വന്നതെന്ന് അറിയോ? വിഷ്ണു യുവാനെ യുവാശി എന്ന് വിളിക്കുമായിരുന്നു, കാരണം തുടക്കത്തിൽ വാശി പിടിക്കുമ്പോൾ. അങ്ങനെ യുവാശിയായി, പിന്നെ അത് ലോപിച്ച് യൂഷിയായി. യൂഷിയും വിഷ്ണു റെഡിയായി. ഡയപ്പർ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് ഒന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്കൊരു സാധാ ഒരു ജമ്പറും ഒരു ജീൻസും ഇടാം. ഇന്ന് രാവിലെ കുറച്ചൊക്കെ വെയിൽ അപ്പളും ഇപ്പോഴും ഒക്കെ ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ അധികം തണുപ്പില്ല കേട്ടോ പുറത്ത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് പോവാം. യൂഷി മമ്മി റെഡിയായി അല്ലേ? യൂഷി ഹാപ്പിയാണ് ക്യാമറ കാണുമ്പോൾ. ഞങ്ങളങ്ങനെ അറിഞ്ഞു കേട്ടോ. ഇവൻ ലഞ്ച് കഴിച്ചു, നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നല്ലോണം വിശക്കുണ്ട്. ഞാൻ രാവിലെ 2 മുട്ടയും ഒരു അവക്കാഡോയും കഴിച്ചാണ്. വിഷ്ണു രാവിലെ എന്താ കഴിച്ചത്? പ്രോട്ടീൻ ഷേക്കും ബ്രെഡും ക്രൊസാൻഡും അതാണ് കഴിച്ചത്. അപ്പോൾ നമ്മളിനി ചെന്ന് ആദ്യം ലഞ്ച് കഴിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഡ്രസ്സുകൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകണു. ഞങ്ങൾ പോണത് എവിടെയാണെന്ന് അറിയോ? അത് ഈ വീഡിയോയിൽ പറയണോ അതോ ഈ വീഡിയോയിൽ പറയണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? കാരണം ഈ വീഡിയോ ഓൾറെഡി ഇപ്പോൾ ലൈവ് ആവുമല്ലോ. അതിങ്ങനെ ചുമ്മാ അടുത്തൊരു വീഡിയോയിൽ പറയണോ അതോ ആ ഡെസ്റ്റിനേഷൻ കാണിക്കുകയാണോ വേണ്ടത്? എന്താ നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റ് ചെയ്യും, അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ ലൂഷി, എന്താ ലൂഷിയുടെ അഭിപ്രായം? ലൂഷിയുടെ അന്തം പോയി. അതിലെ വെതറിനെ പറ്റി ഘോരം പ്രസംഗിച്ചിട്ട് നല്ല മഴയായി. ഒരു ഇടിവെട്ട് കളർ ജാക്കറ്റാ തൊട്ട് എടുത്തിക്കണ. നമുക്ക് മെല്ലെ പോവാം. ഈ ഒരു മിറർ ഒന്ന് ഓർഡർ ചെയ്തത് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്തിട്ട് വേറൊരു മിറർ നമ്മൾ ഓർഡർ ചെയ്തു. ഇത് കുറച്ചും കൂടെ ഗുഡാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ. അന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മിറർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ ഗുഡാണ്. വിഷ്ണുവിന് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു 18 മിനിറ്റേ ഉള്ളൂ. ഷുഗർ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് വരുന്നത്. പിന്നെ അവിടെ അധികം തിരക്കല്ല, കുറച്ചിങ്ങനെ വിജിലംബിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ ബഹളമില്ലാതെ ഷോപ്പ് ചെയ്യാല്. വിഷ്ണുവിന് അതാണ് അവിടെ വരാൻ ഇഷ്ടം. 2 ആഴ്ചയിലൊരു സത്യം മനസ്സിലാക്കി. ഇത്രയും കാലം ഇങ്ങനെ വെക്കേഷൻസിനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുക, പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല കേട്ടോ. കാരണം ഫുഡ് കൺട്രോൾ ചെയ്യാനും ജിമ്മ് പോലൊന്നും എനിക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എനിക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒന്നാമത് നമ്മൾ ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ആദ്യം ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നത്. കാരണം വിഷ്ണുവിന് ജിമ്മിൽ പോകണം, എനിക്ക് ജിമ്മിൽ പോകണം. അപ്പോൾ സമയമൊക്കെ ഞാൻ അവൈലബിൾ ആവണം, വിഷ്ണു അവൈലബിൾ ആവണം. അത്ര ഒരു ഈസി കാര്യമായിരുന്നില്ല നമ്മൾ വീക്ക്ലി 4-5 ദിവസമൊക്കെ ജിമ്മിൽ പോകുന്നത്. പക്ഷെ എന്നിട്ടും തുടക്കത്തിൽ എങ്ങനെയൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഫുഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഡയറ്റിംഗ് ഒന്നും ആയിരുന്നില്ല, ഫുഡ് നോക്കി കഴിക്കുമായിരുന്നു. ഫ്രൈഡ് ഫുഡൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടെയൊക്കെ നല്ല ക്വാളിറ്റി ഫുഡിൽ കൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ഞാൻ എന്നിട്ട് ഒരു 2 മാസം ആവാനായില്ലേ, ഏകദേശം ഒരു 5 കിലോന്റെ അടുത്ത് നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് പാകമല്ലാത്ത കുറേ ഡ്രസ്സ് പാകമാവാൻ വേണ്ടിയൊക്കെ തുടങ്ങി. അതൊക്കെ ഭയങ്കര ഗുഡ് ഫീൽ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ട് ഇവനൊരു പനിയും കൂടെ വന്നു. പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് കുറേ ബാക്ക്ലോഗ് വന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ നോക്കി അറിയണ്ടായിരിക്കും. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ ആവുന്നുണ്ടായിരുന്നു. അതൊരിക്കലും ഞാൻ എൻ്റെ ഇതിൽ കൊണ്ടുവരാത്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും വീഡിയോ എടുത്താൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ബാക്ക്ലോഗ് തീർത്തതിന് ശേഷം ഒന്ന് ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം എനിക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ എല്ലാം എഡിറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയോട് കൂടെ അതെല്ലാം തീർന്നു. ഇനി തൊട്ട് ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചും കൂടെ റെഗുലറായിട്ട് വ്ളോഗ് എടുക്കണം. ഇന്നെടുക്കുന്ന വ്ളോഗ് മാക്സിമം നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം, മുന്നേ നമ്മൾ ചെയ്തിരുന്ന പോലെ. അപ്പൊ അതിക്കൊക്കെ ഫോക്കസ് പോയി കഴിഞ്ഞപ്പോൾ ജിമ്മിന്റെ കാര്യത്തിൽ ഭയങ്കര മടിയായി. പിന്നെ ഈ ജിമ്മിന് ഒരു പ്രശ്നമുണ്ട്, നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി ബ്രേക്ക് എടുത്താൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കണ്ടിന്യൂസ് ആയി ചെയ്തോണ്ടിരുന്ന കാര്യത്തിൽ ബ്രേക്ക് എടുത്താൽ നാച്ചുറലി വരാത്ത കാര്യമാണെങ്കിൽ അതിന് നമുക്ക് വീണ്ടും സ്റ്റാർട്ടിങ് ട്രബിൾ വരും. പക്ഷെ അത് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യാത്രേ ഉള്ളൂ. വിഷ്ണു പോയിട്ടില്ല, എന്നെ വലിയ ഉപദേശിച്ചിട്ട് 2 ആഴ്ചയായിട്ട് വിഷ്ണു പോയിട്ടില്ല. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തു. ഇനി അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നുണ്ടല്ലോ ജിമ്മില് എനിക്കിത് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് എന്റെ മാത്രം പേഴ്സണൽ കാര്യമാണ് കേട്ടോ. ആദ്യം ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് എളുപ്പമല്ല. എനിക്ക് ജിമ്മിൽ പോയിട്ട് നമ്മളൊരു ട്രാക്ക് കയറില്ലേ, അപ്പോഴാണ് ഫുഡ് കൺട്രോൾ ചെയ്യുക, നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരിക, നമ്മളൊരു കാര്യത്തിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലോ, അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാനാണ് എനിക്ക് എളുപ്പം. ഫുഡ് കൺട്രോൾ ചെയ്യാൻ മാത്രമാണെങ്കിൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല, ജിമ്മിലും കൂടെ പോയിട്ട് അത് ചെയ്യുകയാണെങ്കിലാണ് എനിക്ക് നടക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ
പറഞ്ഞില്ല, എനിക്ക് വെയിറ്റ് ഗെയിൻ അതൊന്നും ആയിരുന്നില്ല എൻ്റെ റിയൽ പ്രശ്നം. എനിക്ക് എൻ്റെ ജീവിക്കാനുള്ള ഈസിനെസ് കുറച്ച് കുറയാൻ വേണ്ടി തുടങ്ങി. അതായത് നിലത്തിരുന്ന് എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുട്ടുവേദന വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തത്, കുറച്ചും കൂടെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം യുവിയൊക്കെ വലുതായി, ഇവിടെ പോയി ഓടി കളിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ കിതച്ചിരുന്നാൽ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി ഞാൻ ആലോചിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം മോട്ടിവേഷൻ വീണ്ടും എവിടേക്കോ നഷ്ടപ്പെട്ട പോലെ ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയി ചെയ്ത ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ആവശ്യം വരില്ല. ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. എനിക്കോട് മുന്നേ എനിക്ക് തോന്നണമെന്നല്ല, എന്തായാലും ഞാൻ മുന്നേ 1-2 വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും വന്ന സമയത്ത് അമ്മയ്ക്കും ഒക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം ഇതിൽ വരുന്ന ബ്രാൻഡ്സ് ആണുള്ളത്. പിന്നെ ഔട്ട്ലെറ്റ് ആവുകൊണ്ട് സാധാ ഷോപ്പിലുള്ള പ്രൈസിനേക്കാളും കുറച്ചും കൂടെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഒന്ന് ഫാഷൻ ഔട്ടായ സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇഷ്ടമാണ്. പിന്നെ ഫാഷൻ പ്രശ്നമല്ലല്ലോ. യുവാൻഷ് നല്ല ഉറക്കമായിട്ടുണ്ട്, ഇനി കുറച്ചു നേരം ഉറങ്ങുമായിരിക്കും. നമ്മൾ ആദ്യം പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. ഇവിടെ 1-2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ബർഗറിൻ്റെ മാത്രമാണ്, പക്ഷെ അതല്ലാതെയും വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാം. ഇത് ദീപ ചേച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ജാക്കറ്റാണ് കേട്ടോ, നല്ല റെഡ് കളർ ജാക്കറ്റാണ്. നമ്മളിവിടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ മിറർ വെച്ചിട്ട്, ഫുൾ ഹൈറ്റിൽ ലെങ്ത്തിൽ മിറർ വെച്ചിട്ട് കനാല് കാണാം നമുക്ക്. എന്താ കുത്താൻ പോണ മുഴിയെ പോലെ മുഖം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യുവി എണീറ്റു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാൻ വലിപ്പമുണ്ട് കേട്ടോ. ഫുൾ ഡേ നമ്മൾ പുറത്ത്, ഇന്നും പുറത്ത്. ഈ ടീഷർട്ട് ഉണ്ടല്ലോ, ടീഷർട്ടില്ല സ്വെറ്റർ ഇല്ലേ ഇവരുടെ, ഇത് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ മാക്സിന്നും ട്രെൻഡ്സിന്നും ഒക്കെ എടുക്കുന്ന ചില ഡ്രസ്സ് നമ്മളിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു 10 ആൾക്കാർ ഇട്ട് കാണില്ലേ, അതേപോലൊരു സെറ്റ് ഷർട്ടാണിത്. ഇത് ഹേമ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറേ പിള്ളേർ സെയിം സ്വെറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ്. ലുവി മാച്ചിങ് ആയിട്ട് യുവി കാണാറുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് വന്നു, അപ്പം തന്നെ യുവി എണീറ്റു. യുവിക്ക് കയ്യിലൊരു ടീച്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പം അത് വെച്ചിരുന്നോളും കുറച്ചു നേരം. ആ സമയത്ത് നമുക്ക് ആദ്യം വിഷ്ണുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ കണ്ടോ, അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല, നമുക്ക് സമാധാനമായി നടന്ന് ഷോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോക്ക് എൻ്റർടൈൻ നമ്പർ 2 ഫ്രൂട്ട് നിബ്ലർ തിരിച്ച് പറഞ്ഞു കൊടുക്കണ്ട, കണ്ടുപിടിക്കാൻ നോക്കാം. ഫുഡാണോ? ഇന്നത്തെ മെയിൻ ഉദ്ദേശം വിഷ്ണുവിനും യുവിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഓൺലി ആൻഡ് സൺസിൽ വന്നു കേട്ടോ. ഇവിടെയൊക്കെ സമ്മർ കളക്ഷൻ ഭയങ്കര കുറവാന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ തോന്നലിന് ഒട്ടും തന്നെ മാറ്റിയില്ല. ഇവിടെ എല്ലാം വിൻ്റർ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വിഷ്ണു അകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞാനും യുവിയും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യണം മാർക്കിടാൻ അല്ലേ. ഏതൊക്കെ എസ്നോ പറയണമെന്ന് അല്ലേ. അച്ഛൻ അങ്ങോട്ട് പോയതേ പറയൂ. ഇത് വലിയ ഡ്രസ്സല്ലേ കേട്ടോ, യുവിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താടാ എൻ്റെ മാല? ഇത് എനിക്ക് തോന്നണു ഒരു കതർ ഫീൽ തരുന്നു. എന്താ പ്രശ്നം എന്നറിയോ, താൻ ഒരുമാതിരി ഫുഡ് കഴിച്ചതിന് ശേഷം ഉറങ്ങി തൂങ്ങിയിട്ടാണ് നടക്കണത്. ഭയങ്കര ഉറക്കം തന്നെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നില്ല, ഒരു ക്ഷീണം. ഇത് വലിയ രസമൊന്നുമില്ല കേട്ടോ, നമുക്ക് വേറെ നോക്കി വെക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകണ്ടായിരുന്നു. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് എല്ലാം വിൻ്ററിലെ കളക്ഷൻസ് ഒഴിവാക്കുന്നതാണ് ഇവിടെ അധികം കാണാനുള്ളത്. വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ഔട്ട്ലെറ്റിൽ വന്നതായിരുന്നു. ഇവിടെ എല്ലാം വിൻ്റർ കളക്ഷൻ ആവുന്ന കാരണം നമ്മളിപ്പോൾ ആംസ്റ്റർഡാം സെൻട്രലിൽ പോവുകയാണ്. ഒന്നും കിട്ടിയില്ല. ആംസ്റ്റർഡാമിൽ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആക്കാം. ഇവിടെ വലിയ റൂമുണ്ട് കേട്ടോ. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഫീഡ് ചെയ്യാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർമുല നമുക്ക് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ സംഗതികളും കൂടെയുള്ള കുറച്ചൊരു വലിയ നല്ല നീറ്റായിട്ടുള്ള വലിയ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ സെൻട്രലിലോട്ട് പോവാം. നമ്മൾ റോക്കിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോക്കിൻ്റെ അടുത്താണ് കാൽഫസ്ത്രാത്ത് എന്ന് നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ പേര് കേട്ടോ. വിഷ്ണു നല്ല അടിപൊളിയായിട്ട് തബല ഒട്ടും കണ്ടോ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടുകയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ വിഷ്ണു തബല ഒട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ബർത്ത്ഡേക്ക് ഒരു തബല ഗിഫ്റ്റ് തരാമെന്ന്. എന്താ വേണ്ടാന്ന്? വിഷ്ണു അമ്മേനോട് ചോദിച്ചു തബല പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കുമെന്ന്, പക്ഷെ ചേർത്തില്ല അല്ലേ. കാരണം ഡാൻസ് പഠിച്ചിട്ട് ഡാൻസും കളരിയും പഠിച്ചായിരുന്നു അതിന് മുന്നേ. അപ്പോൾ അതിൽ രണ്ടിലും പെർഫോമൻസ് ഗുഡല്ലാത്തത് കാരണം അമ്മ തബല പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഇത്രയ്ക്കൊന്നും ഇല്ല, ഇവന് എന്നെ പോലെ ചൂടാണ്. ഇല്ല
വിഷ്ണു ഇവനെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ടല്ലോ. ഇവന് ബാക്കിലൊക്കെ ചൂടുകുരു പോലത്തെ സാധനമൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിരിക്കണോ. അന്നൊരു ദിവസം കാറിന്ന് എടുത്തപ്പോ ബാക്കിൽ ഫുൾ ഇങ്ങനെ റെഡ് ചെറിയ ചെറിയ കുരുകള്. അങ്ങനെ ചെയ്യരുത് വിഷ്ണു. വിഷ് രണ്ടും ഒരേ പോലത്തെ ഇടോ? ടീഷർട്ടും ട്രൗസറും കോഡ് സെറ്റ് പോലെ നല്ല രസമുള്ള കളേഴ്സ് ഉണ്ട് അവിടെ. എന്താ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു നമുക്ക് മാച്ച് ചെയ്ത് ഡ്രസ്സ് ഇടാം. യുവിക്ക് ഇടുന്ന പോലത്തെ ഒന്ന് ഡ്രസ്സ് എൻ്റെ ഉണ്ട് ഡെനിം അങ്ങനത്തെ ഇട്ടാലോ. നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കുക നമ്മൾ ഒരേ സ്കൂളിലാണോ പഠിക്കണം, യൂണിഫോം ഇട്ട് പുറത്തിറങ്ങാന്ന്. ഫാഷൻ സെൻസ് ഇല്ല ഇയാളൊക്കെ. ഫാഷൻ നമ്മൾ ട്വിന്നിങ് എന്ന് പറയും വിഷ്ണു അതിന്. ട്വിന്നിങ് ആണോ? അത് ഒരേ സ്കൂളിൽ പഠിക്കണതല്ല. യുവിക്ക് അതല്ല. യുവിക്ക് കഴിഞ്ഞ 2 ദിവസം ഞാൻ പുറത്തു പോയപ്പോ ഇടയിൽ എന്റർടൈൻമെന്റിന് വേണ്ടി സ്ട്രോളർ ഞാൻ പുറത്തെടുത്തിട്ട് കൊഞ്ചിച്ചായിരുന്നു. ഇന്നത് ചെയ്യാത്തതിന്റെ വിഷമാണ്. ഇടുക്കിലിടാ ഞാൻ. ഈ ബാഗ് നല്ല രസമല്ലേ, ഇത് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. യുവിയുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകാനും നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് കുറച്ച് ഹൈക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ആ സമയത്ത് ഡയപ്പർ ബാഗ് ഫുൾ എടുക്കുന്നതിനൊക്കെ നല്ലതായിരിക്കും. നല്ല ലൈറ്റ് വെയിറ്റും ആണ്. എന്തോ ഒരു ലൈറ്റ് വെയിറ്റ് ഡെനിമാണ് വരുന്നത്. ഭയങ്കര സുഖമുണ്ട് ഇടാൻ. ഉണ്ടോ? നമുക്ക് ഇങ്ങനെ ക്രോസ് ആക്കി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ യൂഷ്വൽ സഞ്ചി ഇതിപ്പോൾ കുറച്ച് യൂണിസെക്സ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ വിഷ്ണുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബാഗിൻ്റെ വേറൊരു യൂസേജ് ഞാൻ കണ്ടുപിടിച്ചു. കണ്ടോ? ഈ ബാഗ് ഒരു മൾട്ടി പർപ്പസ് ബാഗാണ്. നമുക്ക് കൊണ്ടുനടക്കാൻ. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ എത്ര വാങ്ങിയാലും ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അതേപോലെ ഒന്നാണ് വിഷ്ണുവിൻ്റെ പാൻസ് അല്ലെങ്കിൽ ജീൻസ്. വിഷ്ണു എപ്പോൾ കടയിൽ പോകുമ്പോഴും വാങ്ങിക്കുന്ന സാധനം ജീൻസ് അല്ലെങ്കിൽ പാൻസ് ആണ്. പക്ഷേ അത് ഏതെങ്കിലും തവണ പുറത്ത് പോകുമ്പോൾ ഇടാൻ നോക്കുമ്പോൾ അത് കിട്ടില്ല. ഇത്തവണ കുറച്ച് ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു ട്രൗസറും അതേപോലെ തന്നെ ഒരു ജീൻസും ആണ് കേട്ടോ വാങ്ങി. ഇപ്പോഴും ഇവിടെ സ്റ്റിൽ തണുപ്പായത് കാരണേ സമ്മർ കളക്ഷൻസ് ഒന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ 1-2 പാൻസ് കിട്ടി വിഷ്ണുവിന്. എനിക്കൊരു ടീഷർട്ടും കിട്ടി. അത്രേ കിട്ടിയുള്ളൂ. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഇപ്പം ഇരുട്ടാവണത് മെല്ലെ കുറച്ചിങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? കുറച്ച് വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോഴും. തൊട്ടടുത്ത് തന്നെയുള്ള യുണീക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നതാണ്. ഇത് നല്ലൊരു അടിപൊളി കടയാണ് കേട്ടോ. ഇവിടുത്തെ മെറ്റീരിയൽസ് നല്ലതാണ്. അതേപോലെ ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്കും വിഷ്ണുവിനും ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. നമുക്കവർ ഒരു ഫാമിലി ഡ്രസ് ചേഞ്ചിങ് റൂം വന്നിട്ടുണ്ട്. വലിയ റൂമാണ്. പക്ഷെ ഭയങ്കര പ്ലസൻ്റ് അല്ലേ ഇവിടുത്തെ ആൾക്കാർ. ഭയങ്കര ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ ഫീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫാമിലി ഡ്രസ് ചേഞ്ചിങ് റൂം. വിഷ്ണു ക്യാമറ കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വരുമോ? ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ഇനി രാവിലെ ഇറങ്ങിയതല്ലേ, യുവിക്കും അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഫുഡ് കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഇനി ചെന്ന് കഴിഞ്ഞാൽ പ്ലേറ്റ് എടുക്കുക, കഴുകി വയ്ക്കുക പരിപാടിയൊന്നും വേണ്ടല്ലോ. ഇവിടെ നിന്ന് തീർത്ത് അങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആവുകൊണ്ടേ നല്ല തിരക്കുള്ള ദിവസമാണല്ലോ. അതുകൊണ്ട് നമ്മൾ പോകാറുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസിലും റിസർവേഷൻ വേണം. പിന്നെ ടേബിളെല്ലാം ഫുള്ളാണ് ബാക്കിയൊക്കെ. അപ്പോൾ ഇവനെയും കൊണ്ട് നമുക്ക് പുറത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മെല്ലെ ഇവിടെ നിന്ന് വിടാം. എന്നിട്ട് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് മെല്ലെ വിട്ടു പോകും. വൈൻ കോർഫിലോ കഴിക്കാനുള്ള പണി തീരുന്നു. ഇനി ഇവിടുന്ന് കാർ എടുത്ത് വേറെ സ്ഥലത്ത് പോയി കാറ് പാർക്ക് ചെയ്ത് സ്ട്രോളറൊക്കെ ഇറക്കി വീണ്ടും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മടിയായി. അതുകൊണ്ട് ഇവിടെ ബൈൻഗോർഫിൻ്റെ മുകളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ കഴിച്ച് തൽക്കാലം ഡിന്നർ പെട്ടെന്ന് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അവസാനം ഒരു ഓട്ടപ്പാച്ചിലായി പോയിട്ടോ. ഇവർ 9 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ പൊതുവേ ഒരു സമയം പറഞ്ഞാൽ ഒരു സമയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഓടി കഴിച്ച് എങ്ങനെയോ മുള്ളി കയറി അങ്ങനെ വന്നു. ഇനി വീട്ടിൽ പോകണം. നമ്മൾ ഏപ്രിലൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വരുന്നാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് നടക്കാത്ത രീതിക്ക് നമ്മളിവിടെ പോവാണ്. വിഷ്ണു ഇവിടെ പോവാണ്, ബെർലിനിൽ പോവാന്ന് വിചാരിക്കുകയാണേ. ബെർലിനിൽ കറങ്ങാനൊന്നുമല്ല. വിഷ്ണുവിൻ്റെ സിസ്റ്റർ അവിടെയാണല്ലോ. അപ്പോൾ അവർ ബെർലിനിലോട്ട് മാറിയിട്ട് നമ്മൾ പോയിട്ടില്ല. അവർ ഹാനോവർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സമയത്ത് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ടിക്കറ്റ് ഒന്ന് രാത്രി പോയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ അതാ ഭയങ്കര ലേറ്റ് ആക്കണ്ട വിചാരിച്ചേ. പിന്നെ യുവിക്ക് ഉറങ്ങുന്ന സമയമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പെട്ടെന്ന് മെല്ലെ അങ്ങനെ മെല്ലെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വലിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വർത്താനം പറഞ്ഞു വന്നപ്പോൾ കുറേ ഇതിൽ വർത്താനം പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. അധികം വൈകാതെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.